എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന കുറേ തീംസ് ഉണ്ട്. ഞാൻ പേഴ്സണലി സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന ഒരാളല്ല. രാജ്യസഭയിലെ വീഡിയോ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് 2-3 ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞാടാ, നീ പറയുന്നത് മോശമായി ഇപ്പോൾ ഈ സുരേഷ് ഗോപിക്ക് എന്താ ഇത്ര ജാടാ, ഈ മാധ്യമ ധർമ്മം എന്ന് പറഞ്ഞ സംഭവം എന്തുവാ? ആരൊക്കെ പഞ്ചിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും ആരൊക്കെ മാധ്യമധർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്? ആരും ചെയ്യുന്നില്ല. എല്ലാവർക്കും റീച്ച് വേണം, എല്ലാവർക്കും പൈസ വേണം. അൾട്ടിമേറ്റ് അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒന്നുമില്ല. പൈസ ഉണ്ടാക്കാൻ വേണ്ടി, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ. 99.9%. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഇപ്പം പറഞ്ഞ എന്താ അഹങ്കാരം കൊണ്ടല്ലേ, അങ്ങനെ ആക്ടർ ആയതുകൊണ്ടല്ലേ, അതുകൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, പേഴ്സണലി എനിക്ക് പണ്ടൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് കൊണ്ടും ഒരു തെറ്റും ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പം കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഇവരെല്ലാവരും ന്യൂസ് ഇടും. കുറ്റവിമുക്തരാണെന്ന് പറയുമ്പോൾ ആരും ന്യൂസ് ഇടത്തില്ല. അവർക്ക് ട്രെൻഡിങ് ടോപ്പിക്സ്, ആൾക്കാർ കാണുന്ന ടോപ്പിക്സ് മാത്രം മതി. സുരേഷ് ഗോപിയുടെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല തെറ്റൊന്നും ഉണ്ടെന്ന്. ചുമ്മാതി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാതെ നിങ്ങൾ മനസ്സിലാക്കുക, മനുഷ്യനാണ്, മനുഷ്യത്വം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മി തല്ലാതിരിക്കാൻ നിങ്ങൾക്ക് കൊള്ളാം. എല്ലാവരും മനുഷ്യന്മാരാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. പാർട്ടിയും കീർത്തിയൊക്കെ എല്ലാം ഉണ്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഓരോ പരിപാടി കാണിക്കുന്നത്. എല്ലാ അവന്മാരും ഇവരുടെ അഴിമതിയുണ്ട്. എല്ലാ അവന്മാരും നമ്മളത് മുട്ടിച്ച് തിന്നാൻ വേണ്ടി നടക്കുന്ന ടീംസ്. ആരും നല്ലവരൊന്നുമല്ല. അത് മനസ്സിലാക്കുമ്പം നിനക്കൊക്കെ ബോധം വെക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അന്ധമായിട്ട് പാർട്ടി വിശ്വസിക്കുന്നവരോടാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും അതിൽ നിന്ന് മാറി തുടങ്ങി. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ മണ്ടയ്ക്കിരിക്കുന്നവന്മാർക്കെല്ലാം നല്ല നേട്ടവും അടിയിലുള്ളവന്മാരെല്ലാം പിച്ചെടുത്തുവാണ് ജീവിക്കുന്നത്. കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയ ആൾക്കാർ ജീവിക്കുന്നത്. മണ്ടയ്ക്കുള്ള എണ്ണന്മാരെ ഒന്നും കലപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. ബേസിക്കലി അത്രയും മനസ്സിലാക്കുക. ഇത് പറയുമ്പോൾ കുറേ അന്ധക്കമ്മികളും പാർട്ടി വിശ്വാസികളൊക്കെ വന്ന് സ്റ്റൈൽ വിടുമായിരിക്കും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. നമുക്കാർക്കും ഇവരാരും ചിലവൊന്നും കൊണ്ടുതരത്തില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ളത് അങ്ങോട്ട് മോട്ടിക്കാനേ ഏത് പാർട്ടി കയറിയാലും നോക്കത്തുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.